Hi students, in the discussing the topic Goodman's cache coherence protocol or write once protocol. Write one protocol important ആണ്. അപ്പോൾ റൈറ്റ് വൺസ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗുഡ്മാൻസ് ക്യാഷ് കോഹറൻസ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ റൈറ്റ് വൺസ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സ്നൂപ്പി ബസ് പ്രോട്ടോക്കോൾ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് റൈറ്റ് ത്രൂ പ്രോട്ടോക്കോളിൻ്റെ റൈറ്റ് ബാക്ക് ഇൻവാലിഡേഷൻ ബാക്കാണ് അഡ്വാൻറ്റേജ് കമ്പൈൻ ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് റൈറ്റ് വൺസ് പ്രോട്ടോക്കോൾ. അപ്പോൾ റൈറ്റ് വൺ പ്രോട്ടോക്കോൾ ഇസ് എ ക്യാഷ് കോഹറൻസ് പ്രോട്ടോക്കോൾ ഫോർ ബസ് ബേസ്ഡ് മൾട്ടി പ്രോസസ്സർ സിസ്റ്റം. അപ്പം ഇതിനകത്ത് സ്നൂപ്പി ബസ് പ്രോട്ടോക്കോളിൻ്റെ ഇതെന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ബസ് ട്രാഫിക് ദ വെരി ഫസ്റ്റ് റൈറ്റ് ഓഫ് എ ക്യാഷ് ബ്ലോക്ക് യൂസ് എ റൈറ്റ് ത്രൂ പോളിസി. അപ്പോൾ ഈ ബസ് പ്രോട്ടോക്കോളിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാഫിക്കാണ്. അതായത് സ്നൂപ്പി ബസ് പ്രോട്ടോക്കോളിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാഫിക്കാണ്. അപ്പോൾ ഈ ട്രാഫിക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ വെരി ഫസ്റ്റ് റൈറ്റ് ഓഫ് എ ക്യാഷ് ബ്ലോക്കിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റൈറ്റ് ത്രൂ പോളിസിയും ദിസ് റിസൾട്ട് ഇൻ എ കൺസിസ്റ്റൻറ്റ് മെമ്മറി കോപ്പി വൈൽ ഓൾ അതർ ക്യാഷ് കോപ്പീസ് ആർ ഇൻവാലിഡേറ്റഡ്. ആഫ്റ്റർ ദ ഫസ്റ്റ് റൈറ്റ് ഷെയർഡ് മെമ്മറി ഇസ് അപ്ഡേറ്റിംഗ് യൂസ് എ റൈറ്റ് ബാക്ക് പോളിസി. അപ്പോൾ ഇവിടെ ട്രാഫിക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ത്രൂ പോളിസിയും ഫസ്റ്റ് റൈറ്റിന് ശേഷം ഷെയർഡ് മെമ്മറി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് റൈറ്റ് ബാക്ക് പോളിസിയുമാണ്. ദിസ് സ്കീം ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ 4 സ്റ്റേറ്റ് ട്രാൻസിഷൻ ഗ്രാഫ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ റൈറ്റ് ത്രൂവും റൈറ്റ് ബാക്ക് പോളിസിയിലെയും ട്രാൻസിഷൻ ഡയഗ്രാം പോലെ ഇവിടെ റൈറ്റ് വൺസിൻ്റെ ഒരു ട്രാൻസിഷൻ ഡയഗ്രാം ഉണ്ട്. അതിനകത്ത് വരുന്ന സ്റ്റേറ്റുകൾ വാലിഡ് സ്റ്റേറ്റ്, ഇൻവാലിഡ് സ്റ്റേറ്റ്, ഡേർട്ടി സ്റ്റേറ്റ്, റിസർവ്ഡ് സ്റ്റേറ്റ്, 4 സ്റ്റേറ്റ് ഉണ്ട്. വാലിഡ്, ഇൻവാലിഡ്, ഡേർട്ടി, റിസർവ്ഡ്. അപ്പം വാലിഡ് സ്റ്റേറ്റ് മീൻസ് ദ ക്യാഷ് ബ്ലോക്ക് വിച്ച് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് മെമ്മറി കോപ്പി. ക്യാഷ് ബ്ലോക്ക് എന്ന് പറയുന്നത് മെമ്മറി കോപ്പി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആണ് വാലിഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രോസസ്സറിൻ്റെ ക്യാഷിലും ഷെയർഡ് മെമ്മറിയിലും ഇരിക്കുന്നത് എന്താണ്? കൺസിസ്റ്റൻറ്റ് കോപ്പിയാണ്. ആൻഡ് ഹാസ് ബീൻ റീഡ് ഫ്രം ദ ഷെയർഡ് മെമ്മറി ആൻഡ് ഹാസ് നോട്ട് ബീൻ മോഡിഫൈഡ്. ഇൻവാലിഡ് ദിസ് ബ്ലോക്ക് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ക്യാഷ് ഓർ ഇൻകൺസിസ്റ്റൻറ്റ്. അപ്പോൾ ഇൻവാലിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ബ്ലോക്ക്, അതായത് ഷെയർഡ് മെമ്മറിക്കകത്തുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ക്യാഷിൽ കാണത്തില്ല. ദ ബ്ലോക്ക് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ലോക്കൽ ക്യാഷ് ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് മെമ്മറി. അല്ലെങ്കിൽ ലോക്കൽ പ്രോസസ്സറിൽ, അതായത് പ്രോസസ്സറിൻ്റെ ലോക്കൽ ക്യാഷിലിരിക്കുന്ന ബ്ലോക്കും ഷെയർഡ് മെമ്മറിക്കകത്തിരിക്കുന്ന ബ്ലോക്കും ഡിഫറൻ്റ് ആയിരിക്കും, അതായത് സെയിം ആയിരിക്കത്തില്ല. സെയിം ആണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണ്. ഇവിടെ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ വാലിഡ്, ഇൻകൺസിസ്റ്റൻറ്റ് മീൻസ് നോട്ട് സെയിം. ഇനി റിസർവ്ഡ് ഡേറ്റ ഹാസ് ബീൻ റിട്ടേൺ എക്സാക്ട്ലി വൺസ് സിൻസ് ബീങ് റീഡ് ഫ്രം ദ ഷെയർഡ് മെമ്മറി. ദ ക്യാഷ് കോപ്പി ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് മെമ്മറി കോപ്പി വിച്ച് ഈസ് ഓൺലി ദ അതർ കോപ്പി. അപ്പോൾ റിസർവ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡേറ്റ ഹാസ് ബീൻ റിട്ടേൺ എക്സാക്ട്ലി വൺസ് സിൻസ് ബീങ് റീഡ് ഫ്രം ദ ഷെയർഡ് മെമ്മറിയിൽ. പിന്നെ അടുത്തത് ഡേർട്ടി മീൻസ് ദ ക്യാഷ് ബ്ലോക്ക് ഹാസ് ബീൻ മോഡിഫൈഡ് മോർ ദാൻ വൺസ്. അപ്പം ക്യാഷ് ബ്ലോക്ക് എന്ന് പറയുന്നത് മോർ ദാൻ വൺസ് മോഡിഫൈ ചെയ്യുന്നതാണ് ഡേർട്ടി സ്റ്റേറ്റിലോട്ട് പോകുന്നത്. ദ ക്യാഷ് കോപ്പി ഈസ് വൺ ഇൻ ദ സിസ്റ്റം. അപ്പം ഇതിനകത്ത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രോട്ടോക്കോൾ റിക്വയർ 2 ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് കമാൻഡ്സ്. അതിനകത്ത് സോർഡഡ് ലൈൻസും ഉണ്ട്, ഡാഷ്ഡ് ലൈൻസും ഉണ്ട്. The above correspond access command issued by the local process labeled by read miss, write miss, write hit. Whenever a read miss occurs, the valid state is entered. ഇനി ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റിലോട്ട് പോകുമെന്ന് പറയാം. അപ്പോൾ റിസർവ്ഡ് സ്റ്റേറ്റിൽ പോകുന്നത് ഫസ്റ്റ് റൈറ്റ് ഹിറ്റ് ലീഡ്സ് ടു ദി റിസർവ്ഡ് സ്റ്റേറ്റ്. റൈറ്റ് ഹിറ്റ് മീൻസ് അതായത് ഏതെങ്കിലും ലോക്കൽ പ്രോസസ്സറിൽ റൈറ്റ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് റൈറ്റ് ചെയ്യാൻ പറ്റുന്നതിനെ റൈറ്റ് ഹിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ് റൈറ്റ് ഹിറ്റ്, ഫസ്റ്റ് റൈറ്റ് ഹിറ്റ് ലീഡ്സ് ടു ദി റിസർവ്ഡ് സ്റ്റേറ്റ്. സെക്കൻഡ് റൈറ്റ് ഹിറ്റ് ലീഡ്സ് ടു ദി ഡേർട്ടി സ്റ്റേറ്റ്. പിന്നെ ഓൾ ഫ്യൂച്ചർ റൈറ്റ് ഹിറ്റ് സ്റ്റേ ഇൻ ഡേർട്ടി സ്റ്റേറ്റ്. ബാക്കി എല്ലാ റൈറ്റ് ഹിറ്റ്സും ഏത് സ്റ്റേറ്റിൽ തന്നെ നിൽക്കും? ഡേർട്ടി സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. വെനെവർ എ റൈറ്റ് മിസ് ഒക്കോർസ് ദ ക്യാഷ് ബ്ലോക്ക് എൻറ്റേഴ്സ് ദ ഡേർട്ടി സ്റ്റേറ്റ്. അപ്പോൾ ഏതെങ്കിലും ലോക്കൽ പ്രോസസ്സിൽ റൈറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തതിനെയാണ് റൈറ്റ് മിസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ബ്ലോക്ക് ഏത് സ്റ്റേറ്റിലോട്ട് പോകും? ഡേർട്ടി സ്റ്റേറ്റിലോട്ട് പോകും. അപ്പം ഫസ്റ്റ് റൈറ്റ് ഹിറ്റ് ആകുമ്പോഴത്തെ റിസർവ്ഡ് സ്റ്റേറ്റ്, സെക്കൻഡ് റൈറ്റ് ഹിറ്റ് ഡേർട്ടി സ്റ്റേറ്റ്, അതുപോലെയുള്ള ഓൾ ഫ്യൂച്ചർ റൈറ്റ് ഹിറ്റ്സും ഡേർട്ടി സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. അതുപോലെ വെനെവർ റൈറ്റ് മിസ് ഒക്കോസ് ചെയ്യുമ്പോൾ ഏത് സ്റ്റേറ്റിലോട്ട്? ഡേർട്ടി സ്റ്റേറ്റിലോട്ട് പോകും. അപ്പോൾ ഡാഷ്ഡ്
lines correspond to the invalidation command issued by remote process via the Snoopy bus protocol. ഇനി നമുക്ക് കുറച്ച് ക്യാഷ് ഇവൻസും ആക്ഷൻസും പറയുന്നത്. ദ മെമ്മറി ആക്സസ് ആൻഡ് ഇൻവാലിഡേഷൻ കമാൻഡ്സ് ട്രിഗർ ദ ഫോളോയിങ് ഇവൻറ്റ്സ് ആൻഡ് ആക്ഷൻ. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇവൻറ്റ്സ് എന്ന് പറയുക ക്യാഷ് ഇവൻസും അവിടെ സംഭവിക്കുന്ന ക്യാഷ് ഇവൻസും ആക്ഷനും ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ റീഡ് മിസ്, റൈറ്റ് ഹിറ്റ്, റൈറ്റ് മിസ്, ബ്ലോക്ക് റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ 5 ആക്ഷൻസും ഇവൻസും ഉണ്ട്. ഇപ്പോൾ റീഡ് മിസ് മീൻസ് വെൻ എ പ്രോസസ്സർ വാണ്ട് ടു റീഡ് എ ബ്ലോക്ക് ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ ക്യാഷ്. ഇപ്പോൾ ഒരു പ്രോസസ്സറിന് ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ആവശ്യമുണ്ട്. അപ്പം ആദ്യം അത് ചെയ്യുന്നത് അതിൻ്റെ ലോക്കൽ ക്യാഷിലുണ്ടോ എന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ അവിടെ ഇല്ലാത്ത ആ ഇവൻറ്റിനെ ആക്ഷൻസിനെയാണ് റീഡ് മിസ് എന്ന് പറയുന്നത്. റീഡ് ചെയ്യാൻ പറ്റത്തില്ല, പ്രോസസ്സറിൻ്റെ ക്യാഷിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് റീഡ് മിസ് എന്ന് പറയുന്നത്. അപ്പോൾ റീഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ആ ലോക്കൽ പ്രോസസ്സറിൽ ആ കറസ്പോണ്ടിങ് ബ്ലോക്ക് ഓഫ് ഡേറ്റ ഇല്ല. a bus read operation will be initiated if അതായത് അപ്പോൾ ആ ലോക്കൽ പ്രോസസ്സർ ഇല്ലെങ്കിൽ ഈ ബസ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അതായത് ബാക്കി ആ മൾട്ടി പ്രോസസ്സർ സിസ്റ്റത്തിലെ ബാക്കി വേറെ ഏതെങ്കിലും ക്യാഷിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഇഫ് നോ ഡേർട്ടി കോപ്പി എക്സിസ്റ്റ് ദ മെയിൻ മെമ്മറി ഹാസ് കൺസിസ്റ്റൻറ്റ് കോപ്പി ആൻഡ് സപ്ലൈസ് എ കോപ്പി ടു റിക്വസ്റ്റിംഗ് ക്യാഷ്. അപ്പം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോ ഡേർട്ടി കോപ്പി എക്സിസ്റ്റ്, ഡേർട്ടി കോപ്പി അതായത് വേറെ അതർ പ്രോസസ്സറിൽ അതില്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ ആ കോപ്പി കാണും, കൺസിസ്റ്റൻറ്റ് കോപ്പി ഉണ്ടെങ്കിൽ അത് റിക്വസ്റ്റിംഗ് ക്യാഷിലോട്ട് സപ്ലൈ ചെയ്യും. ഇഫ് എ ഡേർട്ടി കോപ്പി ഡസ് എക്സിസ്റ്റ് ഇൻ എ റിമോട്ട് ക്യാഷ്, അതായത് ഇനി ഡേർട്ടി കോപ്പി എന്ന് പറയുന്നത് വേറെ അതർ പ്രോസസ്സറിലുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡയഗ്രാം ഓർത്താൽ മതി. അതായത് സ്നൂപ്പി ബസ് പ്രോട്ടോക്കോളിലെ ഡയഗ്രാം ഒന്ന് നോക്കിയാൽ മതി. അതായത് സാധാരണ പ്രോസസ്സർ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഇവിടെ പ്രസൻ്റ് ആണോ ഇല്ലയോ എന്ന് നോക്കും. ഇപ്പം P1 ഇപ്പോൾ റീഡ് മിസ് എന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു ബ്ലോക്ക്, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ബ്ലോക്ക് ആദ്യം P1 നിന്ന് റീഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ ലോക്കൽ പ്രോസസ്സറിലൊന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, റീഡ് ഹിറ്റെന്നോ അവിടെ ഇല്ലെങ്കിൽ റീഡ് മിസ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡേർട്ടി കോപ്പി വേറെ ഇതിലില്ലെങ്കിൽ, ഡേർട്ടി കോപ്പി ഇല്ല എന്ന് പറഞ്ഞാൽ അതർ പ്രോസസ്സറിൻ്റെ ക്യാഷിൽ ഈ സെയിം കോപ്പി തന്നെ കാണും. അതില്ലെങ്കിൽ ഷെയർഡ് മെമ്മറിയിൽ നിന്ന് അത് എന്ത് ചെയ്യും, ഈ ലോക്കൽ പ്രോസസ്സറിലോട്ട് സപ്ലൈ ചെയ്യും. അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ പറഞ്ഞത്. ഇനി ഡേർട്ടി കോപ്പിയിലുണ്ടെങ്കിൽ, ഡേർട്ടി കോപ്പി മീൻസ് അതർ പ്രോസസ്സർ അല്ലെങ്കിൽ അതർ റിമോട്ട് ക്യാഷിൽ ആ സെയിം കോപ്പി ഉണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് അടുത്തത് പറയുന്നത്. അപ്പം if a dirty copy does exist in a remote cache, the cache will inhibit the main memory and send a copy to the requesting cache. അപ്പം മെയിൻ മെമ്മറിയിൽ നിന്ന് എടുക്കത്തില്ല, എന്ത് ചെയ്യും, ആ റിമോട്ട് പ്രോസസ്സറിൻ്റെ ക്യാഷിൽ നിന്ന് ആ സെയിം കോപ്പി ആർക്ക് കൊടുക്കും, ആ ലോക്കൽ പ്രോസസ്സറിൻ്റെ ക്യാഷിലോട്ട് കൊടുക്കും. ഇൻ ഓൾ കേസ് ക്യാഷ് കോപ്പി വിൽ എൻ്റർ ദ വാലിഡ് സ്റ്റേറ്റ്. അപ്പോൾ ക്യാഷ് കോപ്പി എന്ന് പറയുന്ന ഏത് സ്റ്റേറ്റിലായിരിക്കും, വാലിഡ് സ്റ്റേറ്റിലായിരിക്കും ഇതിൽ ഏത് കേസ് വന്നാലും. ഇനി അടുത്ത രണ്ടാമത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇഫ് ദ കോപ്പി ഈസ് ഇൻ ദ ഡേർട്ടി ഓർ റിസർവ്ഡ് സ്റ്റേറ്റ്, ദ റൈറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ലോക്കലി ആൻഡ് ദ ന്യൂ സ്റ്റേറ്റ് ഈസ് ഡേർട്ടി. ഇഫ് ദ ന്യൂ സ്റ്റേറ്റ് ഈസ് വാലിഡ്, ദ റൈറ്റ് ഇൻവാലിഡേറ്റ് കമാൻഡ് ഈസ് ബ്രോഡ്കാസ്റ്റ് ടു ഓൾ ക്യാഷ് ഇൻവാലിഡേറ്റിംഗ് ദെയർ കോപ്പീസ്. അപ്പം ഇഫ് ദ കോപ്പി ഈസ് ഇൻ ദ ഡേർട്ടി ഓർ റിസർവ്ഡ് സ്റ്റേറ്റ്, റിസർവ്ഡ് സ്റ്റേറ്റ് ആണെങ്കിൽ റൈറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ലോക്കൽ. ഇപ്പോൾ ലോക്കൽ പ്രോസസ്സർ റൈറ്റ് ഓപ്പറേഷൻ ചെയ്തിട്ട് ആ ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്ന എന്ത് സ്റ്റേറ്റിലോട്ടാക്കാം, ഡേർട്ടി സ്റ്റേറ്റിലോട്ടാക്കും. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന സ്നൂപ്പി ബസ് പ്രോട്ടോക്കോളിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ലോക്കൽ പ്രോസസ്സറിൽ വരുത്തുവാണെങ്കിൽ ബാക്കി എല്ലാ സ്റ്റേറ്റിനെയും ഇൻവാലിഡേറ്റ് അല്ലെങ്കിൽ ഡേർട്ടി സ്റ്റേറ്റിലോട്ട് പോകും. അപ്പോൾ ഇനി ഇഫ് ദ ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വാലിഡ് ആണെങ്കിൽ എന്ത് സെൻഡ് ചെയ്യും, റൈറ്റ് ഇൻവാലിഡേറ്റ് കമാൻഡ് ടു ബ്രോഡ്കാസ്റ്റ് ടു ഓൾ ക്യാഷ് ഇൻവാലിഡേറ്റിംഗ് ദെയർ കോപ്പി. The shared memory is written through and the result state is reserved after the first write. അപ്പോൾ ഷെയർഡ് മെമ്മറി അതേ സമയം തന്നെ ഷെയർഡ് മെമ്മറി അപ്ഡേറ്റ് ചെയ്യും. ഷെയർഡ് മെമ്മറി is written through and resulting state is reserved after the first write.
ഇനി റൈറ്റ് മിസ് മീൻസ് ആ ലോക്കൽ പ്രോസസ്സറിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റാത്തതിനെയാണ് റൈറ്റ് മിസ് എന്ന് പറയുന്നത്. വെൻ എ പ്രോസസ്സർ ഫെയിൽ ടു റൈറ്റ് ഇൻ ലോക്കൽ ക്യാഷ് ദ കോപ്പി മസ്റ്റ് കം എയ്തർ ഫ്രം ദ മെയിൻ മെമ്മറി ഓർ ഫ്രം എ റിമോട്ട് ക്യാഷ് വിത്ത് എ ഡേർട്ടി ബ്ലോക്ക്. This is accomplished by sending a read invalidate command which will invalidate all cache copies. The local copy is thus updated and end up in a dirty state. അപ്പം പ്രോസസ്സർ ഫെയിൽ ടു റൈറ്റ് ഇൻ എ ലോക്കൽ ക്യാഷ്. അപ്പം റൈറ്റ് മിസ് എന്ന് പറഞ്ഞത് മനസ്സിലായല്ലേ. ഇപ്പോൾ ലോക്കൽ പ്രോസസ്സറിൽ അപ്ഡേഷൻ വരുത്താൻ പറ്റാത്തതിനെയാണ് റൈറ്റ് മിസ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പി മസ്റ്റ് കം എയ്തർ ഫ്രം ദ മെയിൻ മെമ്മറി ഓർ ഫ്രം റിമോട്ട് ക്യാഷ് വിത്ത് എ ഡേർട്ടി ബ്ലോക്ക്. ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ സെൻഡിങ് റീഡ് ഇൻവാലിഡേറ്റ് കമാൻഡ് വിച്ച് വിൽ ഇൻവാലിഡേറ്റ് ഓൾ ക്യാഷ് കോപ്പീസ്. അടുത്ത റീഡ് ഹിറ്റ് മീൻസ് അറിയാലോ, ലോക്കൽ ക്യാഷിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നത്. റീഡ് ഹിറ്റ് ക്യാൻ ഓൾവേസ് ബി പെർഫോംഡ് ഇൻ ദ ലോക്കൽ ക്യാഷ് വിത്തൗട്ട് കോസിങ് എ ട്രാൻസിഷൻ ഓർ യൂസിങ് ദ സ്നൂപ്പി ബസ് ഫോർ ഇൻവാലിഡേഷൻ. അടുത്തത് ബ്ലോക്ക് റീപ്ലേസ്മെൻറ്റ്. ഇഫ് എ കോപ്പി ഈസ് ഡേർട്ടി ഇറ്റ് ഹാസ് ടു ബി റിട്ടേൺ ബാക്ക് ടു ദി മെയിൻ മെമ്മറി ബൈ ബ്ലോക്ക് റീപ്ലേസ്മെൻറ്റ്. അപ്പം ഇഫ് ദ കോപ്പി ഈസ് ക്ലീൻ നോ റീപ്ലേസ്മെൻറ്റ് വിൽ ബി ടേക്ക് പ്ലേസ്. അപ്പം copy is dirty, it has to be returned back to main memory by block replacement. അപ്പോൾ ഇത്രയാണ് ക്യാഷ് ഇവൻറ്റ്സ് ആൻഡ് ആക്ഷൻസ്. ഇപ്പോൾ സ്നൂപ്പി ബസ് പ്രോട്ടോക്കോള് റൈറ്റ് വൺസ് പ്രോട്ടോക്കോള് സാധാരണ ചോദിക്കുമ്പം കൂടുതൽ മാർക്കിനൊക്കെ ആണെങ്കിൽ മാത്രം ഈ ക്യാഷ് ഇവൻറ്റ്സും ആക്ഷൻസും മതി. അല്ലെങ്കിൽ ട്രാൻസിഷൻ ഡയഗ്രാം, ഡിഫറൻറ്റ് സ്റ്റേറ്റുകൾ, വാലിഡ്, ഇൻവാലിഡ്, റിസർവ്ഡ്, ഡേർട്ടി സ്റ്റേറ്റും പിന്നെ ഓരോ സ്റ്റേറ്റിലോട്ട് പോകുന്ന ഇത് മാത്രം എഴുതിയാൽ മതിയാവും. അതിന് അടുത്ത ക്യാഷ് ഇവൻറ്റ്സ് ആൻഡ് ആക്ഷൻ ചോദിക്കുന്നെങ്കിൽ, കൂടുതൽ മാർക്കിന് ചോദിക്കുന്നെങ്കിൽ മാത്രം ക്യാഷ് ഇവൻറ്റ്സ് ആൻഡ് ആക്ഷൻസും കൂടെ മതി. റൈറ്റ് മിസ്, റീഡ് ഹിറ്റ്, ബ്ലോക്ക് റീപ്ലേസ്മെൻറ്റ്.